യൂറോപ്യൻ ട്രാവൽ പ്ലാൻ ചെയ്യുന്ന എല്ലാവരും ഒരു വട്ടമെങ്കിലും വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫെൻറ്റാസ്റ്റിക് ഡെസ്റ്റിനേഷൻ അല്ലേ ഇറ്റലി. അതുകൊണ്ട് തന്നെ ഒരു ഗേൾസ് ട്രിപ്പ് പ്ലാൻ ആക്കിയപ്പോൾ ആദ്യം ഇറ്റലി വിട്ട് പുറത്ത് പോകണമെന്നൊക്കെ പ്ലാൻ ആക്കിയെങ്കിലും പിന്നെയും കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾ ഇറ്റലി തന്നെ ചൂസ് ചെയ്യായിരുന്നേ. സമ്മർ ടൈമിൽ ബീച്ചിൻ്റെ ഭംഗിയും ഹൈക്കിങ്ങും ചാമിങ് വില്ലേജസിൻ്റെ സൗന്ദര്യവും ഇറ്റാലിയൻ ഫുഡ്സും ഒക്കെ ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയൊരു സ്ഥലം ചിങ്കുത്തറയാണ്. ഹലോ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഞങ്ങൾ റെഡിയായി പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്ലാനിൽ റിയോ മജോറി മനറോള എന്ന് പറയുന്ന 2 ഐലൻഡിലേ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആക്ച്വലി ചിങ്കത്തറ എന്ന് പറഞ്ഞാൽ 5 എണ്ണമാണ്. അപ്പോൾ ഞങ്ങൾ പക്ഷേ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ എടുത്ത് ഓടി നടന്ന് കാണുന്നില്ല, പതിയെ പോകാമെന്ന് വിചാരിച്ചിട്ട് 2 എണ്ണമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റ് പോകണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഞങ്ങൾ എണീറ്റപ്പോഴത്തേക്കും 10 മണിയൊക്കെ ആയി. ഇപ്പോൾ നമ്മൾ 10, 10:30, 11 മണി ആവാനായി തോന്നുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങൾ റെഡിയായിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഇനി ഇന്നത്തെ ദിവസത്തിലെ കാഴ്ചകളൊക്കെ കാണാം. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രാവലായിരുന്നു ഞങ്ങൾ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അക്കോമഡേഷൻ ഞങ്ങൾ ചിങ്കത്തറ വില്ലേജിൽ നിന്ന് മാറിയിട്ട് ലാസ്റ്റ് സ്പേസിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ 5 സിറ്റീസും ട്രെയിൻ വെൽ കണക്റ്റഡ് ആയതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് സ്പേസിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു കാപ്പച്ചീനോയും ക്രോയിസൻറ്റും ആയിരുന്നു ഞങ്ങൾ കഴിച്ചത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് റിയോ മജോറിക്കുള്ള ട്രെയിൻ എടുത്ത് ആകപ്പാടെ 8 മിനിറ്റ് ടൈമേ എടുത്തിട്ടുണ്ടായിരുന്നില്ല റിയോ മജോറിൽ എത്താൻ വേണ്ടിയിട്ട്. ടിക്കറ്റ് പ്രൈസ് €3 ആയിരുന്നു. 1297 പോപ്പുലേഷൻ മാത്രമുള്ള റിയോ മജോറിയുടെ ഭംഗി അവിടുത്തെ ഒരു ചെറിയ ബീച്ചും കളർഫുൾ ടവർ ഹൗസ് കൊണ്ടുള്ള തുറമുഖമൊക്കെയാണ്. അപ്പോൾ നമ്മൾ റിയോ മജോറി എത്തി. ഇത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ മനറോളയിലേക്ക് പോകാൻ വേണ്ടി പരിപാടി കേട്ടോ. നല്ല വെയിലാണ്, ചൂട്, പക്ഷെ അത്യാവശ്യം ക്രൗഡായിരുന്നു. സാറ്റർഡേ ആയതുകൊണ്ട് നല്ല ക്രൗഡാണ്. ഞങ്ങൾ മേലെ ഒരു വ്യൂ കിട്ടുക, അങ്ങോട്ടേക്ക് പോകുവാണ്. പിന്നെ അത്യാവശ്യം നല്ല ചൂടായതുകൊണ്ട് അവിടെ ഞങ്ങൾ 3 ആളും ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സുള്ള ജലാത്തയൊക്കെ മേടിച്ച് വെച്ചിട്ട് മനറോളയിലേക്കുള്ള ട്രെയിൻ കയറി കേട്ടോ. 353 ജനങ്ങൾ മാത്രം താമസിക്കുന്ന ചിങ്കത്തറയിലെ സെക്കൻഡ് സ്മോളസ്റ്റ് ടൗൺ ആണ് മനറോള. ഫിഷിങ്ങും വൈൻ മേക്കിങ്ങുമാണ് ഇവിടുത്തെ പ്രധാന ഇൻഡസ്ട്രി. സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു മനറോളയിൽ. മനറോളയും റിയോ മജോറിയും കണക്ട് ചെയ്തുകൊണ്ടുള്ള വാക്കിംഗ് ട്രെയിൽ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ നമ്മൾ മനറോളയിൽ എത്തിയ ഒരു 4 മണിയാവാനായ സമയം. ഭയങ്കര ചൂടാണ്. നമ്മൾ കുറച്ച് ടയേർഡായി. കുറച്ച് നേരം നമ്മൾ ഇരുന്നേച്ചിട്ടാണ് മനറോളയിൽ എത്തിയത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഫ്രിത്തോതി മാര എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ ഈ സീ ഫുഡ്സ് ഒക്കെ ഇല്ലേ, അത് ഫ്രൈ ചെയ്തിട്ട് കോണിൽ കിട്ടുന്നത്, നമ്മൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ് ഒരു കട. നീളമുള്ളതും ഇടുങ്ങിയതുമായ പാറക്കെട്ടിൽ നിന്ന് ഉയർന്നു വരുന്നത് പോലെ പണിതേക്കുന്ന കളർഫുൾ ബിൽഡിംഗ്സ് ഉള്ള ചിങ്കത്തറയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ടൗൺ ആണ് മനറോള. പാറക്കെട്ടിൽ നിന്നും ഡൈവ് ചെയ്ത് സമ്മർ ടൈം ആഘോഷിക്കുന്ന ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു മനറോളയിൽ. അപ്പോൾ നമ്മൾ കുറേ നേരമായി മനറോളയിൽ. നമ്മളിനി തിരിച്ച് ലാസ്റ്റ് പ്ലേസിലോട്ട് പോകാം കേട്ടോ. കാരണം ഭയങ്കര വെയിൽ. പിന്നെ നമ്മൾ ഇവിടെ ആദ്യം സൺസെറ്റിൽ ഇവിടെ നിൽക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമുക്ക് 9 മണിക്കാണ് ഇവിടുത്തെ സൺസെറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ട്രെയിൻ എടുത്ത് ലാസ്റ്റ് പ്ലേസിൽ പോകുമ്പോൾ കുറച്ച് ചിലപ്പോൾ ലേറ്റ് ആകും. ട്രെയിനിൻ്റെ സർവീസൊക്കെ ചിലപ്പോൾ ഡിലേ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചു തിരിച്ച് ലാസ്റ്റ് പ്ലേസിലേക്ക് പോകാം. എന്നിട്ട് അവിടുന്ന് സൺസെറ്റ് കാണാമെന്ന്. അത് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാം. മനറോളയുടെ ചൂടിനെ ഒന്ന് ചമ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുന്നേ ഞങ്ങൾ മാംഗോ, ലെമൺ, സ്ട്രോബെറിയുടെ ഗ്രനോള മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതിന്. അങ്ങനെ ഒരുപാട് ഇരുട്ടുന്നതിന് മുന്നേ ഞങ്ങൾ മനറോളയും തിരിച്ച് ലാസ്റ്റ് സ്പേസിലെത്തി. ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. എന്തോ പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നേ. ഇന്നത്തെ ഡിന്നർ ഞങ്ങൾ ഇറ്റാലിയൻ ഫുഡായിരുന്നേ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാസ്തയും ലസാനിയും ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. കൂടെ വൈനും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ പച്ച കളർ പാസ്ത ട്രോഫിയ പാസ്ത ആയിരുന്നേ. അവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് അത്. മെയിൻലി സ്പിനാച്ചാണ് ആ പാസ്തയിൽ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചാൽ ഞങ്ങളുടെ ഡേ 2 കഴിഞ്ഞു. കോഫിയൊക്കെ കുടിച്ച് വെച്ചിട്ട് ഞങ്ങൾക്ക് 2 മണിക്കാണ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കോഫിയൊക്കെ കുടിച്ച് കുറച്ച് സമയം കൂടി ഇവിടെ ലാസ്റ്റ് സ്പേസിയിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വെച്ചിട്ട് തിരിച്ച് മിലാനിലേക്ക് പോകാനാണ് ഇന്നത്തെ പരിപാടി. അങ്ങനെ രാവിലെ ഹോട്ടലൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി പോയിട്ടുണ്ടായിരുന്നേ. ബയോലീനോ കഫേയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ആംബിയൻസ് ഒരു രക്ഷയുണ്ടായിരുന്നില്ലേ. ഊഞ്ഞാല് പോലത്തെ സീറ്റിലിരുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്രാവശ്യം ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നേ കഴിക്കാൻ വേണ്ടി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പാൻ കേക്കും ബ്രെഡ് ടോസ്റ്റും അവക്കാഡോയും എഗ്ഗും ഒക്കെ ചേർന്ന് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നേ കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇനി ഇവിടെ അടുത്തൊരു പോർട്ടിൻ്റെ സൈറ്റുണ്ട്, ലാസ്റ്റ് സ്പേസിയുടെ പോർട്ട്. നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നു അങ്ങോട്ടേക്ക് നടക്കാമെന്ന്. ഒരു 20-25 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട്. ഇപ്പം തന്നെ ഓൾറെഡി 11 മണിയാവാനായി. നമ്മുടെ ട്രെയിനിന് 2 മണിക്കാണ്. അപ്പോൾ മോസ്റ്റ്ലി ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാഴ്ച കണ്ടിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും.
അങ്ങനെ ഉറപ്പില്ല അങ്ങോട്ടേക്ക് ഫുള്ള് പോകുന്നത്. കാരണം എന്തോ ഒരു ദൂരമുണ്ട് നമുക്ക് അത്രയ്ക്ക് അറിയില്ല. പിന്നെ കുറച്ച് വെയിലൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ പെട്ടി ചെക്കൗട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കയ്യിൽ പെട്ടിയുണ്ട്, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കുന്നു. അവിടുന്ന് ഞങ്ങൾ ലഗേജ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ബാഗ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയതുകൊണ്ട് പിന്നെ ബാക്കിയുള്ള യാത്രകളൊക്കെ നമുക്ക് ഈസി ആയിട്ടുണ്ടായിരുന്നു. ഒരു ഭയങ്കര യൂസ്ഫുൾ സർവീസ് ആയിട്ടാണ് എനിക്കതിനെ തോന്നിയത്. ഞങ്ങൾ അവസാനം പോട്ട് എത്തി കേട്ടോ. ഞങ്ങൾ ബാഗ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഓടി ഇങ്ങോട്ടേക്ക് പോകുന്നു. 12 മണി ആയതേ ഉള്ളൂ ഞങ്ങൾ എത്തിയിട്ട്. ഇനി കുറച്ച് സമയം ഇവിടെ ഞങ്ങൾക്ക് സമയമുണ്ട് ആക്ച്വലി. ഈ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ തിരിച്ച് സ്റ്റേഷനിലേക്ക് പോയിട്ട് വണ്ടി എടുക്കാം. ഞങ്ങളുടെ ട്രെയിന് 2:30-ക്കും പിങ്കിൻ്റെ ട്രെയിൻ 2 മണിക്കുമാണ്. അപ്പോൾ ഞങ്ങൾ അവളെ കയറ്റി വിട്ട് വെച്ചിട്ട് 2:30 ആകുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റുന്ന ഇങ്ങനെ വിചാരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും ഫുഡൊക്കെ മേടിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നല്ല രസമുണ്ട്. മുന്നത്തെ ഒരു വൈബേ അല്ല ഇവിടെ. ഇങ്ങോട്ടേക്ക് ആകുമ്പോഴത്തേക്കും കുറച്ച് ഡിഫറൻസ് ആയി, ബോട്ടൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. അങ്ങനെ ലാസ്പേസിയ പോർട്ടിൽ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് ഒരു ആപ്രോൾ സ്പിറ്റ്സ് ഒക്കെ മേടിച്ച് കുടിച്ച് ഞങ്ങൾ തിരിച്ച് ലാസ്പേസിയ ട്രെയിൻ സ്റ്റേഷനിലോട്ട് പോയേ. ഈ ട്രിപ്പിൻ്റെ ഫുഡ് ചെക്ക് ലിസ്റ്റിൽ ബബിൾ ടീ കൂടി ഉണ്ടായിരുന്നു പെൻഡിങ് ആയിട്ട്. തിരിച്ച് പോകുന്ന വഴിക്ക് അതിൻ്റെ ഒരു ഷോപ്പ് കണ്ടതുകൊണ്ട് ഞങ്ങൾ 3 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സുള്ള ബബിൾ ടീയും കൂടി മേടിച്ച് കുടിച്ചു. ഭയങ്കര റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഇത്. ഡേ ടു ഡേ ലൈഫിൽ നിന്നും ഒരു മാറ്റമൊക്കെ വന്നപ്പം ആകെപ്പാടെ ഒരു ഫ്രഷപ്പായ ഫീലിംഗ് ആയിരുന്നേ. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ ആ ഗേൾസ് ക്യാനെ വിളിച്ചു കൂട്ടി ഒരു ട്രിപ്പൊക്കെ പോയിട്ട് വാ. ഞങ്ങളുടെ ഈ കുട്ടി ട്രിപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാവോ ചാവോ.